ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ പോവാണ്. നമുക്ക് ഡാൻസ് ഒക്കെ ഉണ്ട്. സോ ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. സോ ഓക്കെ, അപ്പോൾ ഞാൻ പോവുകയാണ്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. സോ അതിൽ ദെൻ തുവ്വൊരു ബസ് പഠിക്കുന്നു. പിന്നെ നേരെ വിനയുടെ വീട്ടിലേക്ക്. ഇതാണ് നമ്മുടെ വിനയ. പൂരത്തിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? പൂരത്തിനെ പറ്റി നല്ല പൂരാണ്. എല്ലാവരും പൂരത്തിന് വരണം. നല്ല പൂരാണ്. പൂരത്തിന് പോകാൻ പോവാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പൂരല്ല, താലപ്പൊലി. ചെറിയ സെറ്റപ്പാണ്, വലിയ സെറ്റപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഈ ഇറങ്ങി വന്നുണ്ടോ? അല്ല, ഒരാളുടെ പേര് മിഴിയുന്ന. നല്ല രസമല്ലേ പേര്? ഇത് അവളുടെ വീട്ടിൽ പോവാണേ. ഇത് ആക്ച്വലി വിനയുടെ അയൽവാസികളാണ്. പിന്നെ നമ്മൾ നേരെ പൂരം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഇതാണ് ഈ പറഞ്ഞ താലപ്പൊലി നടക്കുന്ന സ്ഥലം. പിന്നെ ഈ കുഞ്ഞു കുട്ടിയുടെ ചിലങ്കയുടെ ചേക്കാൻ ഒരു വല്ലാത്ത രസം അല്ലേ. പിന്നെ ഞാൻ ഇവർക്ക് എല്ലാവർക്കും മൈലാഞ്ചി ഇട്ട് കൊടുത്തു. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെന്താടാ? അതെന്താ? നുറുക്ക്. ഇതൊരു പാട്ട് പാടുവോ? എന്നൊരു പാട്ട് പാട്. ഒരു മഴക്കോളിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുകയാണ് സിറ്റൗട്ടില്. പിന്നെ ഈ ഭരതനാട്യത്തിനുള്ളത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വിനയ. എല്ലാം ഞങ്ങളൊരു പരുവത്തിലാണ് ഇത് ബിൽഡ് ചെയ്തു. ഞാനാണ് മേക്കപ്പ് ഇട്ടത്. നമ്മുടെ കുട്ടി കൃഷ്ണനാണ്. കൃഷ്ണനെ പൊട്ട് തൊടിയിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ മിഴിമോളാണ് വീഡിയോ എടുത്തു തരുന്നത് എനിക്ക്. അവളോട് ഞാൻ ചോദിക്കുകയാണ് നന്നായോ ശരിയായോ കിട്ടുന്നുണ്ടോ ഓക്കെ ആണോ എന്നൊക്കെ. പക്ഷെ അവൾ നല്ല അടിപൊളിയായിട്ടെല്ലാം ചെയ്തു തന്നു. പിന്നെ വേറെയും കുറേ കുട്ടികളുണ്ടായിരുന്നു. അവർക്കൊക്കെ സാരി ഉടുപ്പിക്കാനും അതുപോലെ മേക്കപ്പ് ഇടാനും അല്ലാത്ത ബേസായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും പണി. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് റെഡി ആയത്. ഇവളൊരുക്കാനായിരുന്നു മെയിനായിട്ടുള്ള പരിപാടി. ഇവളിട്ടിരിക്കുന്ന ഈ കുട്ടിയല്ല ഗൈസ്, മേക്കപ്പ്. ഇത് ഞാൻ ഇട്ട് കൊടുത്താണ്. എല്ലാവരും അടിപൊളിയെന്നാണ് പറഞ്ഞത്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, നല്ലതാണ് എനിക്ക്. പിന്നെ അല്ലാതെയും കുറച്ച് രാധയുടെ പൊട്ടൊക്കെ ഇടിച്ചു. അവസാനം വിനയ ഒരുങ്ങി റെഡിയായി ഗൈസ്. സുന്ദരി മണിയായിട്ടില്ലേ ഗൈസ്? എല്ലാം സെറ്റാണ്. വിനയൊക്കെ റെഡിയാണ്. നമ്മൾ കുട്ടി ഇറങ്ങി. അമ്മ സെറ്റല്ലേ? ഭയങ്കര സീനില്ലേ? സെറ്റാണ്. രാത്രി ഞങ്ങൾ വീണ്ടും ഇറങ്ങി ഡാൻസിന് വേണ്ടിയിട്ട്. അവളുടെ ഡാൻസ് കഴിഞ്ഞ് എല്ലാവരും അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇത് വേറൊരു കുട്ടിയാണ് ഭരതനാട്യത്തിനുള്ളത്. നമ്മുടെ മിഴിമോളുടെ ഡാൻസാണ്. അങ്ങനെ പിന്നെ നമ്മുടെ വിനയുടെ ഡാൻസ് കയറി. അവർ അടിപൊളിയായിട്ട് കളിച്ചു. എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു. അടിപൊളിയായിരുന്നു. പരിപാടികളൊക്കെ കഴിഞ്ഞു ഗൈസ്. എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഹെവി ആയിട്ട് അതിൽ കിട്ടുന്നതാണ്. പിന്നെ ഞങ്ങൾ പോരാൻ തക്കെയാണ് ഒരു കാക്കാൻ്റെ നാടകം ഉണ്ടായിരുന്നു, ഏകനാടകം. അപ്പോൾ അതും കുറച്ചു നേരം കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. കൊള്ളായിരുന്നു, കുഴപ്പമില്ല. പിന്നെ ഞാൻ തിരിച്ച് പിറ്റേ ദിവസം രാവിലെ വീട്ടിലേക്ക് ഇറങ്ങി. അമ്മേനെ കണ്ടു. അമ്മ ഒരു ആവശ്യത്തിന് വന്നതായിരുന്നു. അമ്മയ്ക്ക് ഐസ്ക്രീം വാങ്ങി കൊടുത്തു. ഇന്ന ദിവസം കഴിഞ്ഞോട്ട് ബൈ ബൈ.